കയർ ബോർഡിൽ തൊഴിൽ പീഡനമെന്ന് പരാതി. മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്ന ജീവനക്കാരി ജോളി മധു മരിച്ചു. കൊച്ചി കയർ ബോർഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ മാനസിക പീഡനത്തിന് ഇരയായിരുന്നു ക്യാൻസർ രോഗി കൂടിയായ ജോളി മധു എന്ന് കുടുംബം ആരോപിച്ചു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കയർ ബോർഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കയർ ബോർഡിന്റെ കൊച്ചി ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ചുമതലയുള്ള സെഷൻ ഓഫീസറായിരുന്ന ജോളി മധു ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ജനുവരി 31-ന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇവർ. തൊഴിലിടത്തിൽ ജോളി നിരന്തര മാനസിക പീഡനത്തിന് ഇരയായിരുന്നതായി കുടുംബം ആരോപിച്ചു. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാലാണ് മേലുദ്യോഗസ്ഥർ ജോളിയെ തൊഴിൽ പീഡനത്തിന് ഇരയാക്കിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഈ അസുഖമായിട്ട് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കൂടെ സഹപ്രവർത്തകർ പറഞ്ഞാണ് ഇത്രയും വലിയ ഒരു പീഡനം ഓഫീസിൽ നിന്ന് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് താങ്ങാതെയാണ് അവളിങ്ങനെ ഈ അവസ്ഥയിലേക്ക് വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവള് അവിടെ ഇരുന്ന് അഴിമതിക്ക് കൂട്ടുനിന്നില്ല. അങ്ങനെ അവളെ പല രീതിയിലും ഭീഷണിപ്പെടുത്തി അവസാനത്തെ ഇതാണ് ട്രാൻസ്ഫർ ഓർഡർ വന്നത്. അത് ആന്ധ്രാപ്രദേശിലെ ഒരു കുഗ്രാമത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാ വർഷവും കയർ മേളയും എക്സിബിഷനൊക്കെ നടത്താറുണ്ട്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന അഴിമതികളാണ് ഇതൊക്കെയെന്നാണ് പറയുന്നത്. കൂടെ ജോലി ചെയ്തിരുന്ന ആൾ തന്നെ ഇവരുടെ പീഡനങ്ങൾ സഹിച്ച് ഒരു 10ഓളം പേര് VRS എടുത്ത് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പേര് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയിട്ടുണ്ട്. തൊഴിൽ പീഡനം സഹിക്കാതെ ജോളിയുടെ സഹപ്രവർത്തകരിൽ പലരും VRS എടുത്തു പോയതായും ബന്ധുക്കൾ വ്യക്തമാക്കി. ജോളിയുടെ ശമ്പളം പിടിച്ചുവെക്കുകയും ക്യാൻസർ രോഗിയായിരുന്നിട്ടുകൂടി സ്ഥലം മാറ്റം നൽകിയെന്നും കുടുംബം ആരോപിക്കുന്നു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കയർ ബോർഡ് ചെയർമാൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ജോളിയുടെ ശമ്പളം തടഞ്ഞുവെച്ചിട്ടില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് അവധി നൽകിയിരുന്നതായും കയർ ബോർഡ് വിശദീകരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.